ഫാനിൻ്റെ അടിയിലോട്ടോ ഞാൻ ഇരിക്കുന്നത്. തലയിൽ ആരോ വെള്ളം കോരി ഒഴിച്ചൊക്കെയാണത് പോലെ എൻ്റെ കർത്താവ്. അങ്ങനെ ഫാനിൻ്റെ അടിയിലിരുന്ന് ഒരുവിധം ചൂടൊക്കെ കുറഞ്ഞ്, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഫാനൊരു പെരിയ പെരുപ്പെന്ന് പറഞ്ഞൊരു ഒച്ചയുണ്ട്. പിന്നെ എനിക്ക് അതിന് മാത്രം അലറി വെച്ചൊക്കെ പറയാനും പറ്റത്തില്ല. അപ്പം ഇന്ന് കാലത്ത് എണീറ്റിട്ടുണ്ടല്ലോ, അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഇളാമ മരിച്ചപ്പോൾ ആ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടോ. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങളുടെ ഇവിടെ വേറൊരു കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചപ്പോൾ അവരുടെ വീട്ടിലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഞാൻ ഇരിപ്പാട് ഇത് പുറത്തിറങ്ങിയാലില്ലെങ്കിലും ഭയങ്കര ചൂടാണ്. മാർച്ച് തുടങ്ങി ചൂട്, അതിന് മുന്നേ ചൂടുണ്ടായിരുന്നു. ഇനി ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിയുമ്പോഴൊക്കെ കുറച്ച് വെച്ച് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കുറച്ച് ശമനം കിട്ടുമായിരിക്കും. ഈ പുറത്തൊക്കെ ഇങ്ങനെ ഈ ചൂടിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പുറത്തിങ്ങനെ ഈ മേസും പണി ഇങ്ങനെ അങ്ങനെ ടാറിങ്ങൊക്കെ നടത്തണ ആൾക്കാരൊക്കെ എന്തൊരു ചൂട് സഹിച്ചാലേ അവർ ജോലി ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം വരെ പോയി കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ബസ് നോക്കി നമ്മൾ ബസ് സ്റ്റോപ്പൊന്നും ഇല്ലാത്ത വെറുതെ റോഡിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചൂടിലേക്ക് പോണ ആൾക്കാരൊക്കെ നമ്മൾ സമ്മതിച്ച് കൊടുക്കണം അല്ലേ. പിന്നെ അവർക്ക് ആ ജോലി എടുത്താലാണ് അവരുടെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ, അത് വേറൊരു സത്യം. പിന്നെ എനിക്കത്ര സഹതാപമാണ് നീ അവർക്ക് ചിലവിനുള്ളത് കൊടുക്കുന്ന ആരും പറഞ്ഞേക്കല്ലേ കേട്ടോ. അല്ല, നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞോളൂ, കാരണം ഞാൻ ഇത്രയും ചൂടുള്ളത് കൊണ്ട് പറഞ്ഞത് ഓരോ വർഷം ചെല്ലും തോറും ചൂട് കൂടുന്നു, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നാളെ മഴ പെയ്യാം, ചിലപ്പോൾ മഴ പെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല, അതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ഇപ്പം മറ്റേ വിത്ത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ വിത്ത് പാവണത് കാലത്ത് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുവേ. അതെടുത്ത് ഇട്ട് അതിൻ്റെ ഓരോ വളർച്ചയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറഞ്ഞതിൽ ഭയങ്കര സമാധാനിക്കേടാം. അതുകൊണ്ട് അതിന്നാണെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല, കാലത്ത് തന്നെ പോയ ആനകൊണ്ട്. പിന്നെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ മാറി കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, നിങ്ങളുടെ വയ്യാത്ത അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വിട്ട് കളയും. പിന്നെ എൻ്റെ സമയം പോകാൻ വേണ്ടി കുറച്ചിപ്പോൾ ഈ ഫോണിലാണ് സമയം കളയണത്. ഈ ബുക്കൊക്കെ വായിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അങ്ങോട്ടേക്ക് ആയിട്ടില്ലാന്ന്. അപ്പോൾ വേറെ എന്തുവാ പറയാൻ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനും കിട്ടുന്നില്ല, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും ഇല്ല.